ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് പതിവ് പോലെ തന്നെ പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. Morning Priya, morning viewers. US വിപണിയെ സംബന്ധിച്ച് തൊട്ട് മുൻപുണ്ടായിരുന്ന സെഷനിൽ ഉണ്ടായിരുന്ന ഒരു നേട്ടം ഒരു ഇടിവിനെയൊക്കെ തന്നെ ഒരു പരിധി വരെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് US വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം US വിപണി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. S&P 500 1% നേട്ടം രേഖപ്പെടുത്തി. നാസ്ഡാക്കും 1.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് US വിപണിയെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ, നമ്മൾ 2 സെഷൻസ് ആയിട്ട് അമേരിക്കൻ വിപണിയിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടത്. ആൻഡ് ഇന്നലെ ഒരു ചെറിയ നേരിയ റിക്കവറി കണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും കറക്ഷൻ അവസാനിച്ചു എന്ന് പറയാനായിട്ടില്ല. സോ ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 38,475 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കറക്ഷൻ അറ്റ്ലീസ്റ്റ് ഫോർ താൽക്കാലികമായിട്ടെങ്കിലും അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിൽ കുറെ കൂടെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 18,000 പോയിന്റ്സ് ആയിരിക്കും ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. കമ്മ്യൂണിറ്റി വിപണിയിൽ ഇന്നിപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ ഡെറിവേറ്റീവ്സ് നോക്കുന്ന സമയത്ത് 0.34% ഒരു ഇടിവിൽ ബാരലിന് $81 എന്നുള്ളൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിൽ ഒരു ഇടിയുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ക്രൂഡിനെ സംബന്ധിച്ച് സർ ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ ഏതൊക്കെയാണ്? സോ നമ്മളിപ്പോ WTI ക്രൂഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ലോവസ്റ്റ് ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അറൌണ്ട് $71.50 അടുത്തായിരുന്നു. ആൻഡ് ഇന്നലെ ഒരു $79 എത്തിയതിനു ശേഷമായിരുന്നു നമ്മൾ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. സോ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ $73 ആയിരിക്കണം. എനിക്ക് തോന്നുന്നില്ല 72-73 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് പിന്നീട് വരാൻ പോകുന്ന റിക്കവറിയിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $80 ആയിരിക്കണം. $80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഒരു ശക്തമായിട്ട് ഒരു ബൈയിങ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കാണാൻ സാധിക്കും. ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഔൺസിന് $1,993 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ഇന്നലെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ $2,040 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതോടെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. സ്വർണത്തിന്റെ കേസിൽ ഇപ്പോൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. സ്വർണത്തിന്റെ കേസിൽ 2 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. $1,990, അതിനെ തുടർന്ന് $1,970. $1,970 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറും. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു ഇടിവോടുകൂടി വ്യാപാരം ആരംഭിച്ചതിന് ശേഷം അവസാന മണിക്കൂറുകളിലാണ് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻട്രാഡേ ഹൈ ആയിട്ട് 21,870 എന്ന റേഞ്ചിലേക്ക് നിഫ്റ്റി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ 21,530 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നതിന് ശേഷമാണ് ഈ ഒരു റിക്കവറി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് SBI പോലുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ വലിയൊരു പിന്തുണ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നു. SBI ഒക്കെ തന്നെ 4% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണി നമ്മൾ പ്രധാനമായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ട എന്തൊക്കെയാണ്, ഒപ്പം തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ നമ്മളൊരു ഇൻട്രാഡേ ഒരു ബുള്ളിഷ് ട്രിഗറിന് വേണ്ടി 21,950 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 21,490 പോയിന്റ്. എനിക്ക് തോന്നുന്നില്ല 21,490 സപ്പോർട്ട് ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കാര്യം എന്തെന്നാൽ നമ്മളിപ്പോ നിഫ്റ്റി ഹെവി വെയ്റ്റ്സ് നോക്കുമ്പോഴേക്കും ഒത്തിരി അധികം സ്റ്റോക്സിൽ നമുക്ക് ഒരു ബോട്ടമിംഗ് ഔട്ട് പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് മാരുതിയിൽ നല്ലൊരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മൂവ്മെന്റ് കാണാൻ സാധിച്ചു. ആൻഡ് ഇന്നത്തെ ട്രേഡിംഗിൽ ഞാൻ എസ്പെഷ്യലി ഫ്രം ദ നിഫ്റ്റി ഹെവി വെയ്റ്റ് ശ്രദ്ധിച്ചിരിക്കുന്നത് ലാർസൻ ആൻഡ് ടൂബ്രോ, മാരുതി,
അതുപോലെ തന്നെ ഏഷ്യൻ പെയിന്റ്സ്, അതുപോലെ തന്നെ ടെക്നോളജി വലിയ സ്റ്റോക്കുകളായ TCS, HCL ടെക്നോളജി, ഇതിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്സ് ഫോം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോഴും 405 പോയിന്റിന്റെ ഒരു നേട്ടം അവസാന നിമിഷങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. 47,908 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ വിപണിയിൽ നിഫ്റ്റി ബാങ്കിന്റെ ഒരു റാലിയിൽ HDFC ബാങ്ക് വിട്ടുനിന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 0.68% HDFC ബാങ്ക് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും SBIയും ഒപ്പം തന്നെ ബാങ്ക് ഓഫ് ബറോഡ, ആക്സിസ് ബാങ്ക് എന്നീ ഓഹരികളൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ ഏതൊക്കെ ലെവലുകളാണ് ശ്രദ്ധിക്കേണ്ടത്? നിഫ്റ്റി ബാങ്കിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു ഡെവലപ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 44,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടില്ല. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കും. സോ ദാറ്റ് ഇസ് എ വെരി വെരി പോസിറ്റീവ് സൈൻ. സോ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 46,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിഫ്റ്റി ബാങ്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും വളരെ ബുള്ളിഷായി മാറും. Now, HDFC ബാങ്കിന്റെ കേസിൽ ഐ തിങ്ക് HDFC ബാങ്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ നമുക്ക് ഒരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ HDFC ബാങ്കിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല HDFC ബാങ്ക് 1,360 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. അറ്റ് ദ സെയിം ടൈം SBIയുടെ കേസിൽ വി ഓൾറെഡി സോ ഇന്നലെ റെക്കോർഡ് ഓൾ ടൈം ഹൈലായിരുന്നു ക്ലോസ് ചെയ്തത്. മറ്റൊരു മേജർ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിലും എനിക്കൊരു ബോട്ടമിംഗ് ഔട്ട് പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല 1,420 രൂപയുടെ സപ്പോർട്ട് ഇൻഡസ്ഇൻഡ് ബാങ്ക് ബ്രേക്ക് ചെയ്യുമെന്നാണ്. നമ്മളിപ്പോ ആക്സിസ് ബാങ്കിന്റെ കേസിലോട്ട് വരുമ്പോഴേക്കും ആക്സിസ് ബാങ്കിന്റെ കേസിലും വീണ്ടും ഇന്നലെ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇന്നത്തെ ട്രേഡിംഗിൽ 1,120 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. ICICI ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ICICI ബാങ്കിൽ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ആൻഡ് 1,060 രൂപയുടെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ICICI ബാങ്കിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. അതോടൊപ്പം തന്നെ ഞാൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെയും കൂടെ ആഡ് ഓൺ ചെയ്ത് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഒരു 4.5% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 65 രൂപ എന്ന റേഞ്ചിലായിരുന്നു. സോ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ നമ്മൾ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ PSBയുടെ കേസിൽ ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഒരു 5 ദിവസത്തെ കറക്ഷന് ശേഷമായിരുന്നു ഇന്നലെ മെഞ്ഞാന്നുമായിട്ട് നമുക്ക് പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. കറന്റ് ലെവൽസിൽ ഇനി ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. കാര്യം ദിസ് ഇസ് നൗ എ മൊമെന്റം സ്റ്റോക്ക്. നമ്മുടെ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 68, 70, 73 ഇത് മൂന്നുമായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയാസ്. PSBയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് PSBയുടെ കൂടെ തന്നെ മൂവ്മെന്റ് നൽകിയ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആൻഡ് ഇന്ത്യൻ ബാങ്ക് ഇതിലൊക്കെ ഇതേ സെയിം സിമിലർ പാറ്റേൺ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം നമ്മൾ ഈ പൊസിഷൻസ് മാനേജ് ചെയ്യാനായിട്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം റിസൾട്ട് റിലീസ് ചെയ്ത പ്രധാന കമ്പനികളിൽ ഒന്ന് മുത്തൂറ്റ് ഫിനാൻസ് ആയിരുന്നു. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരു 13.9% ഒരു വർധനവ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു. 1,027.3 കോടി രൂപയായിട്ട് ഇത്തവണ അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിക്കുമ്പോഴും 11.8% ഒരു വർധനവ് രേഖപ്പെടുത്തി 1,905.7 കോടി രൂപയായിട്ടാണ് കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, ലോണിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് പരിശോധിക്കുമ്പോഴും 27% വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ 9 മാസം പിന്നിട്ടപ്പോഴും 27% ഒരു വർധനവാണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 82,773 കോടി രൂപയായിട്ട് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തൂറ്റ് ഫിനാൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ 0.87% നേട്ടത്തിൽ 1,379 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ പേഴ്സണലി ഹാവ് എ പൊസിഷൻ ഇൻ മുത്തൂറ്റ് ഫിനാൻസ്. അത് ലോങ് ടേം പൊസിഷനാണ്.
ആൻഡ് മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1340. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1300. 1300ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ പിന്നെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല അതൊന്നും സംഭവിക്കുമെന്ന്. ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ റെസിസ്റ്റൻസസ്. ആദ്യത്തെ 1400 രൂപ. 1400ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1450-ലായിരിക്കും. 1450ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഈ സ്റ്റോക്കിന്റെ ബുള്ളിഷായി മാറും. ഒപ്പം തന്നെ നമ്മൾ മഹീന്ദ്ര കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് നോക്കുകയാണെങ്കിൽ 60% വർധനവിലോട് അറ്റാദായത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. 2454 കോടി രൂപയാണ് ഇത്തവണ അവർ അറ്റാദായ ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനം പരിശോധിക്കുമ്പോൾ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16% വർധനവ് ആനുവൽ ബേസിസിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 25,642 കോടി രൂപയായിട്ട് ഇത്തവണ വരുമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ വോളിയത്തിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ടേൺ ഓവർ പരിശോധിക്കുമ്പോഴും 21,653.74 കോടി രൂപയായിട്ട് ഇത്തവണ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മഹീന്ദ്ര കഴിഞ്ഞ ദിവസം 0.5% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ വിപണിയിൽ നമ്മൾ മഹീന്ദ്രയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ MM-ന്റെ കേസിൽ ഫൈനാൻഷ്യൽസിൽ ഒരു പ്രോബ്ലം കാണുന്നില്ല. ബട്ട് നമ്മൾ ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്ക് ഹാസ് ബീൻ അണ്ടർ പെർഫോമിങ്. കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഇറ്റ് ഹാസ് ബീൻ ട്രെൻഡിങ് സൈഡ് വേസ്. സോ M&Mന്റെ കേസിൽ നമുക്ക് ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ സ്റ്റോക്ക് 1695 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മേജർ റെസിസ്റ്റൻസ് 1765 രൂപയല്ല, 1765 ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈയിലായിരിക്കും. ആൻഡ് പിന്നീട് ഈ സ്റ്റോക്കിന് നല്ലൊരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കും. ബട്ട് ഇന്നലെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്നലെ മാരുതിയിലായിരുന്നു നമുക്ക് ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലും നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രേഡിംഗ് അവസരം നോക്കുകയാണെങ്കിൽ 923 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ എക്സ്പെക്ടേഷൻ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 890 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. മറ്റൊരു ഓട്ടോ സ്റ്റോക്ക് വിച്ച് ഇസ് ഷോയിങ് എക്സലന്റ് ബുള്ളിഷ് പാറ്റേൺ ഇസ് TVS മോട്ടോർ. TVS മോട്ടോർ ഡിസംബർ മാസത്തിൽ ഒരു ഓൾ ടൈം ഹൈ 2045 രൂപ എത്തിയതിനു ശേഷം പിന്നീട് ഇറ്റ് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ്. ജനുവരി മാസത്തിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു, അറൌണ്ട് 2120 ലെവൽ. ആൻഡ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ അടുത്ത 2 സെഷൻസിൽ തന്നെ നമുക്ക് TVS മോട്ടോറിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. അപ്പം കഴിഞ്ഞ ദിവസം കമിൻസ് ഇന്ത്യയെ സംബന്ധിച്ചൊരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനിയുടെ റിസൾട്ട് നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് 16% വർധനവ് വരുമാനത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. 2534 കോടി രൂപയായിരുന്നു കമ്പനിയുടെ വരുമാനം. അറ്റാദായം പരിശോധിക്കുമ്പോഴും 27% ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 454 കോടി രൂപയായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ കമ്പനിയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡും ഒപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമ്പേഴ്സിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കമിൻസ് ഇന്ത്യയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? കമിൻസിന്റെ കേസിൽ ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. ആൻഡ് സ്റ്റോക്കിന്റെ കേസിൽ 2640 അടുത്ത അതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ ഈ ഒരു ഓൾ ടൈം ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മളൊരു ട്രേഡിംഗ് ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 2600 സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക.
യെസ്. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് നടത്തിയ ഒരു സ്റ്റോക്ക് സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആയിരുന്നു. 5% ഓൾമോസ്റ്റ് ഒരു 6% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 1431 രൂപ എന്ന റേഞ്ചിലാണ് സെഞ്ചുറി ടെക്സ്റ്റൈൽസിന്റെ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. എങ്കിൽ പോലും സെഞ്ചുറിയുടെ ഒരു വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു 1 മന്ത് ആയിട്ടും 0.17% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സെഞ്ചുറി ടെക്സ്റ്റൈൽസിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ സെഞ്ചുറിയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ജനുവരി മാസത്തിന് ശേഷം നല്ലൊരു കറക്ഷനായി സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നത്. ആൻഡ് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് ബേസ് 1320 രൂപയിൽ ഫോമും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നലെ ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും കാണാൻ സാധിച്ചത്. സോ നമ്മളൊരു പ്യുവർ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1320 രൂപ തന്നെ നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസസ് കാണുന്നത് 1480, അതിനെ തുടർന്ന് 1530 ആൻഡ് അതിനെ തുടർന്ന് 1560 രൂപയിൽ. ഒപ്പം തന്നെ LICയെ കുറിച്ചാണ് ചോദിക്കുന്നത്. LICയും കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു. 5%-ലധികം ഒരു നേട്ടത്തിൽ 1070 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. LIC ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ LICയുടെ കേസിൽ LICയുടെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 1170 അടുത്തായിരുന്നു എൻ്റെ ഒരു ഓൾ ടൈം ഹൈ. അത് തന്നെ ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഹൈ ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം.